പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ യാത്ര അട്ടപ്പാടിയിലെ ഇടവാണി എന്ന് പറയുന്ന ഊരിലേക്കാണ്. മണ്ണാർക്കാട് ടു ആനക്കട്ടി, മണ്ണാർക്കാട് നിന്നും ആനക്കട്ടിയിലേക്ക് പോകുന്ന ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷനാണ് ചന്തക്കട. ആ ചന്തക്കടയിൽ നിന്ന് ചാവടിയൂര്, പുതൂര് അതുവഴിയാണ് ഇടവാണിയിലേക്ക് പോകുന്നത്. ചന്തക്കടയിൽ നിന്നും ഏകദേശം ഒരു പുതിയ വ്യക്തി അങ്ങോട്ട് യാത്ര പുറപ്പെടുകയാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ, 3/4 മണിക്കൂർ എടുക്കും. വഴിയൊക്കെ അറിയുന്ന പരിചയമുള്ള ആളുകളാണെങ്കിൽ ഏകദേശം 30 മിനിറ്റ് 40 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിച്ചേരാം. ഇത് വേനൽക്കാലമായതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല. കാരണം പുല്ലും മേടുമൊക്കെ ഉണങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും മനോഹരമായ കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. മലകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര, വിജനമായ പ്രദേശം, ആൾതാമസം വളരെ കുറവാണ്. എങ്കിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീടുകളുണ്ട്. മലയോട് ചേർന്ന് മലയുടെ താഴ്വാരങ്ങളിൽ കൊച്ചു കൊച്ചു വീടുകൾ കാണാൻ കഴിയും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷി മേഖല നന്നായിട്ട് ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. ഇതൊരു ജംഗ്ഷനാണ്. ഇടവാണിയിലെ ആളുകൾ, അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ വ്യക്തിജീവിതങ്ങൾ ഈ ഒരു ജംഗ്ഷനിലാണ് അവർക്ക് ആവശ്യമുള്ള വീട്ടു സാധനമൊക്കെ വാങ്ങുവാൻ വരുന്നത്. അങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ 2 ഭാഗത്തും കാണാൻ കഴിയും വാഴക്കൃഷികളും കമുങ്ങും തെങ്ങുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്തു കൂടെ നല്ലൊരു പുഴ ഒഴുകുന്നത് കൊണ്ട് ഇവിടുത്തെ ആളുകൾക്ക് കൃഷി ചെയ്യുവാൻ അതൊരു സഹായമായി തീരുന്നു. ഇടവാണി ഊരിലേക്ക് പോകുമ്പോൾ മലയുടെ മുകളിൽ നിന്ന് ഒഴുകുന്ന ഒരു പുഴയുണ്ട്. പുഴ എന്ന് പറയാൻ പറ്റില്ല, ഒരു കൈത്തോടിനേക്കാൾ വലിപ്പമുള്ളത്. ഈ പുഴ ഒഴുകി വരുന്ന വഴിയിൽ കൂടെയാണ് ഈ റോഡ് കിടക്കുന്നത്. അതുകൊണ്ട് ഈ റോഡ് ആ പുഴയെ 5 പ്രാവശ്യം മുറിച്ചാണ് കിടക്കുന്നത്. എടവാണി അപ്പോൾ വഴി ഒന്ന് ചെറിയ പ്രശ്നമായിരുന്നു, അവിടെ ചോദിച്ചതാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും ആ മലയുടെ താഴ്വാരങ്ങളിലൊക്കെ കവുങ്ങുകളും തെങ്ങും വാഴക്കൃഷിയുമൊക്കെയാണ്. ആ മലയുടെ താഴ്വാരത്തിൽ കൂടെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. അത് കൃഷിക്കാർക്ക് ഒരു സഹായമാണ്, ഒരാശ്വാസമാണ്. നോക്ക്, എത്ര മനോഹരമായ ഒരു കാഴ്ച. കൊച്ചു കൊച്ചു വീടുകളൊക്കെ ആ താഴ്വാരത്ത് കാണാൻ കഴിയും നിങ്ങൾക്ക്. ദൈവത്തിൻ്റെ മനോഹരമായ ഒരു സൃഷ്ടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. എത്ര മനോഹരമായിട്ടാണ് ദൈവം ഭൂമിയെ സൃഷ്ടിച്ചത്. നോക്കുക, ഇങ്ങോട്ട് പോകുമ്പോൾ അധികം ആളുകളെ കാണാൻ കഴിയുന്നില്ല. കാരണം ഇങ്ങോട്ട് അടുക്കും തോറും ആൾതാമസം കുറവാണ്. രാത്രി കാലങ്ങളിലൊക്കെ ഇതുവഴി പോകുന്നത് പ്രയാസമാണ്. ആനയുടെ ശല്യമുണ്ട്. പകൽ സമയത്ത് തന്നെ മലയുടെ താഴ്വാരങ്ങളിലൊക്കെ ആനക്കൂട്ടങ്ങളെ കാണാൻ കഴിയുമെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. അങ്ങ് ദൂരെ കാണാൻ കഴിയും ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമാണെന്ന് കരുതി, പക്ഷേ ഒരു പ്രശ്നവുമില്ല. അവർ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകത ആട്, പശു ഇതൊക്കെയാണ് ഇവിടെ ജീവിത വരുമാനം. ഇപ്പോൾ റോഡിൽ കാണാൻ കഴിയും കുറച്ച് ആടുകൾ തീറ്റ തേടി പോവുകയാണ് മലയിലേക്ക്. അതുപോലെ തന്നെ ഇവിടെയും കാണാൻ കഴിയും ഒരു സഹോദരി പശുക്കളെ മേയിച്ചുകൊണ്ട് മലയിലേക്ക് പോവുകയാണ്. ഇനി ഏകദേശം ഒരു 3 മണിയാകുമ്പം അവർ ആ മലയിൽ നിന്ന് ഇറങ്ങി വരും താഴേക്ക്. പിറ്റേ ദിവസം അങ്ങനെ തന്നെയാണ് അവർ ചെയ്യുന്നത്. രാവിലെ 10:30 മണിയോടുകൂടി അവർ പശുക്കളെയും ആടുകളെയും മേയിച്ചുകൊണ്ട് മലയിലേക്ക് കയറിപ്പോകും. ഇങ്ങനെ ആടുകളും പശുക്കളും മേയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ
ആന ചവിട്ടിക്കുന്നതായിട്ട് ന്യൂസൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, വാർത്തകളിലൊക്കെ. നേരത്തെ പറഞ്ഞു ഇങ്ങോട്ട് പോകും തോറും ആളുകൾ കുറവാണ്. ഇനി നമുക്ക് വീടൊക്കെ കാണാൻ കഴിയുന്നത് ഇടവാണി ഊരിലാണ് നമുക്ക് വീട് കാണാൻ കഴിയുന്നത്. നമുക്ക് എത്ര മനോഹരമായിട്ടാണ് ആ മലയുടെ താഴ്വാരങ്ങളിൽ കൂടെ ഈ ഒരു ചെറിയ റോഡ് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന കാഴ്ചകളപ്പുറമായിട്ട് മലഞ്ചെരിയിലൂടെ ഇങ്ങനെ പുറപ്പെടുന്ന റോഡുകളും കൃഷികളും അരുവികളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു ഈ റോഡ് ഒരു പുഴ തന്നെ 5 പ്രാവശ്യം കട്ട് ചെയ്താണ് പോകുന്നത്, എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു പുഴയിലേക്ക് ഇറങ്ങുകയാണ്, ഒന്നാമത്തെ പുഴയിലേക്ക്. മഴക്കാലത്ത് ഇവിടെ ഭയങ്കര പ്രയാസമാണ്. അതായത് ഇത് വേനൽക്കാലമായതുകൊണ്ട് ഒരു നെരിയാണിയോളം മാത്രമേ വെള്ളമുള്ളൂ, അതിന് മുകളിൽ മാത്രമേ വെള്ളമുള്ളൂ. എന്നാൽ മഴക്കാലമാണെങ്കിൽ കുത്തി ഒഴുകിപ്പോകുന്ന വെള്ളമാകും. അത് ഭയങ്കര പ്രയാസമാണെന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് ഇവിടുത്തെ ആളുകൾക്ക്. ഇവിടെ ഏകദേശം നല്ല വെള്ളമുള്ള പ്രദേശമാണ് മഴക്കാലമാകുമ്പോൾ. എന്നാൽ ഇവിടെ ഒരു പാലം അത്യാവശ്യമാണെന്ന് ഇവിടുത്തെ ആളുകൾ പറയുന്നു. കാരണം അവിടുത്തെ കുട്ടികൾക്ക് പഠിക്കുവാൻ പോകണം. അത് പുതൂർ സ്കൂളിലേക്കാണ് അവർക്ക് പോകേണ്ടത്. അതുകൊണ്ട് മഴക്കാലമാകുമ്പോൾ അത് വലിയ പ്രയാസമാണെന്ന് കേട്ടു. ഇപ്പം നമുക്ക് കാണാൻ കഴിയും ഒരു സഹോദരനും സഹോദരിയും ഇങ്ങനെ നടന്നു പോകുന്നത്. അവർ ആ ഊരിൽ നിന്ന് ബസ് കയറാൻ വേണ്ടി പുതൂരിലേക്ക് പോവുകയാണ്. അവിടെയാണ് ബസ് ഉണ്ടാകുക. നോക്കുക, ഇവിടുത്തെ വരുമാനം എന്ന് പറയുന്നത് പശു, ആട്, മാട് ഒക്കെയാണ് ഇവിടുത്തെ വരുമാനം. നമുക്ക് നല്ല എരുമക്കുട്ടന്മാരെ കണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വഴി കുറച്ച് തടസ്സമായിരുന്നു. ഇതൊരു ചെറിയ ജംഗ്ഷനാണ്. ഇതൊരു പുഴയിലേക്കാണ് ഇറങ്ങുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 5 പുഴ ആ ഒരു പുഴ തന്നെ 5 പ്രാവശ്യം ക്രോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു റോഡ്. ഇപ്പോൾ രണ്ടാമത്തെ ഒരു കട്ടിങ്ങാണിത്. നോക്കുക, ഇത് വേനൽക്കാലമായതുകൊണ്ട് ഇതൊക്കെ പാറയ്ക്കിങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. മഴക്കാലമാണെങ്കിൽ ഇതൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞു. നല്ല വെള്ളം ഉണ്ടാകും, നല്ല ഇരമ്പുന്ന ശബ്ദമായിരിക്കും വെള്ളത്തിൻ്റെ ശബ്ദം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം വറ്റില്ല, ഇങ്ങനെ അല്പം മാത്രം വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. ഇത്ര മനോഹരമായ കാഴ്ചയാണല്ലേ. നിങ്ങൾക്ക് ഇതുവഴി വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അട്ടപ്പാടിയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ഓക്കെ, അങ്ങനെ ആ പുഴ കടന്നു നമ്മളിനിയും യാത്ര പുറപ്പെടുകയാണ്. ബൈക്കായതുകൊണ്ട് റോഡ് കുറച്ച് മോശമായതുകൊണ്ട് പ്രശ്നമാണ്. ഇപ്പോൾ 3ാമത്തെ പുഴ ക്രോസ് ചെയ്യാണ്. ഒരു പുഴ തന്നെയാണിത്, ഒരു കൈത്തോട് തന്നെയാണ് ഇത്. 5 പ്രാവശ്യമായിട്ട് ഇത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മഴക്കാലമാകുമ്പോൾ ഈ ഒരു ക്രോസിങ്ങും ഈ ഒരു 5 ക്രോസ് ചെയ്യുന്ന ഈ ഭാഗവും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിലെയും വെള്ളം വരാറുണ്ട്. ഇവിടെ കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ ചെറിയ കുഴികളെടുത്തിട്ട് ഓരോ വീട്ടിലേക്ക് വെള്ളത്തിന് ആവശ്യമുള്ള പൈപ്പ് വലിച്ചിരിക്കുകയാണ്. ആ പാറയുടെ അകത്ത് കുഴിയുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അപ്പം അങ്ങോട്ടാണ് പോകുന്നത്. ആ പാറയ്ക്കകത്ത് ഇങ്ങനെ കുഴികളാണ്, കുഴി എടുത്തിരിക്കുകയാണ് പാറയ്ക്കകത്ത്. ആ കുഴിക്കകത്ത് ആ ചെറിയ പൈപ്പ് ഇട്ടിട്ട്, എനിക്ക് തോന്നുന്നു 1.5 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ട് അതുവഴി വെള്ളം താഴേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു കട്ടിങ്, ഈ പുഴ കട്ട് ചെയ്യുന്നത് 5ാമത്തെ ലാസ്റ്റ് കട്ടിങ്ങാണ്. ഇതിൻ്റെ മുൻപൊരു വീഡിയോ മിസ്സായിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് ഈ പുഴ 5 ഭാഗമായിട്ട് കട്ട് ചെയ്യുന്ന ആ റോഡ് ഞാൻ കാണിക്കുന്നില്ല. ഏകദേശം 4 ഒരു കട്ടിങ്ങാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഊരിലേക്ക് എത്തിക്കഴിഞ്ഞു. നോക്കുക, എത്ര
വലിയ മരങ്ങളാണ്, ആകാശം മുട്ടി നിൽക്കുന്ന മരങ്ങൾ, വലിയ കുന്നുകൾ, ആ കുന്നിൻ്റെ താഴ്വാരത്ത് കൊച്ചു കൊച്ചു വീടുകൾ കാണാമല്ലോ, ചെറിയ കൊച്ചു വീടുകൾ. ഇവിടെയൊക്കെ രാത്രി ആനയുടെ വിളയാട്ടമാണെന്ന് കേൾക്കുന്നത്. ഇപ്പോൾ ഇടവാണി ഊരിലെത്തി. ഇടവാണി ഊരിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചയാണ് കാണുന്നത്. ആ 2 മലകൾക്കിടയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തു വന്നത്. അതുകൊണ്ടായിരിക്കാം ഇടവാണി എന്ന് പേര് വന്നത് എന്നെനിക്ക് തോന്നുന്നു. നോക്കുക, ഇവിടെ പഴയ വീടുകളൊക്കെ പൊളിച്ച് പുതിയ വീടുകളൊക്കെ പണിയുന്നുണ്ട്. ഏകദേശം ഒരു 30 കൊല്ലം വലിയ കാടുകളാണ് ഇവിടെ. ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് കുരുമുളക്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കൃഷികളാണ് ഇവിടുത്തെ കൃഷി. കാണാമല്ലോ, കുരുമുളക് പറിച്ച് ഉണക്കാണ്ടിരിക്കുന്ന ഭാഗം. കൊച്ചു കൊച്ചു വീടുകളാണ്. മനോഹരമായ കാഴ്ച. നോക്കൂ, ആ മലയുടെ മുകളിൽ പോലും കവുങ്ങ് കൃഷിയുണ്ട്. അതൊക്കെ ഇവിടുത്തെ ആളുകളുടെ കൃഷിയാണ്. ഒരു വലിയ മലഞ്ചെരിവിൻ്റെ താഴ്ഭാഗത്താണ് ഇടവാണി ഊര്. കൂടുതൽ വിശേഷം കേൾക്കാം നമുക്ക്. ഇവരൊക്കെ വർഷങ്ങളോട് ഇവിടെ താമസിക്കുന്നവരാ. അവിടെ ഉപജീവനം, കാപ്പി, ഇപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ നല്ല സീസൺ അല്ല ഇപ്പോഴും, അല്ലേ? കുരുമുളകിനൊക്കെ ഇച്ചിരി അത് കാലാവസ്ഥയുടെ ഇതാണെന്ന് തോന്നുന്നു, അല്ലേ? കാലാവസ്ഥ ഇവിടെ ഇത് ഇവരുടെ അപ്പുറത്ത് ആന, ആ സൈഡിൻ്റെ മുകളിൽ ഇപ്പോഴും ആന ഒക്കെ ഉണ്ട്. ഇന്നലെയും വന്നിട്ട് പറഞ്ഞു, അപ്പുറത്തെ പ്ലാവ് നിൽപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒരു ബോർഡറാണ്. അതിൻ്റെ മുകളിലാണ് അത്. അവിടെ കഴിഞ്ഞാൽ ഊട്ടിയുടെ ഒരു ഭാഗമാണ് നീല ആയി കാണുന്നത്. അതുകൊണ്ട് ഇവിടെ തണുപ്പ് എപ്പോഴും, ഇപ്പോൾ നല്ല ചൂട് സമയമായാലും ഇവിടെ ഏകദേശം തണുപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ലൊരു കൂളിംഗ് ഉണ്ട്. ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ പറഞ്ഞത് മഴ സമയത്തൊക്കെ നല്ല കുളിർമയായ നല്ല സാഹചര്യമാണ് ഇവിടെ. യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങോട്ട് വന്ന നമ്മൾ കണ്ടല്ലോ, 5 പുഴ പോലെ ഇങ്ങനെ 5 തട്ടാണ്. അവിടെ നിന്ന് മഴ സീസണായി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വണ്ടി കയറി വരാൻ പറ്റുകയില്ല. ഇവിടുത്തെ ആൾക്കാർ പോകുന്നത് അവർ നല്ല വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അവർക്കതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. നല്ല മഴയത്താണെങ്കിൽ നമ്മൾ മനുഷ്യൻ നടന്നു വന്നാലും വണ്ടി വന്നാലും ചിലപ്പോൾ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. എല്ലാം പ്രകൃതി കൊണ്ട് നല്ല ദൈവത്തിൻ്റെ കൈപ്പണി എന്ന് പറയുന്നത് ഭയങ്കരമായ മനോഹരത്വമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ കാണുന്നേക്കാൾ അപ്പുറമാണ്. നല്ല ഈ ഉണക്ക സമയത്തും മലമണ്ടകൾ കാണുന്നതിലൊരു പ്രത്യേക സന്തോഷമാണ്. ഇപ്പോൾ ഈ ഉച്ചയായ സമയത്ത് വൈകിട്ടൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നീല നിറത്തിൽ, അല്ലേ? നല്ല കോട ഇറങ്ങി നല്ല ഒരു ഭാഗമായി ഇത് കാണും. നല്ല അട്ടപ്പാടിയിലൊരു നല്ലൊരു സ്ഥലമാണിത്. പുതൂരാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരം നടന്നു പോകണം. അതിനകത്ത് ബസ്സില്ലല്ലോ, ബസ്സൊന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ ഊരിലെ ജീപ്പ് പിടിച്ചൊക്കെയാണ് പോകേണ്ടത്. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ വളരെ ബുദ്ധിമുട്ട്. മോനെ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? 10 വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ പഠിത്തം നടത്തിയല്ലേ? അത് മഴക്കാലത്ത് വെള്ളം കൂടും, ഇപ്പോൾ പോകാറില്ല. അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ നന്നായി ബാധിക്കും. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന്റെ പഠിത്തത്തിന്റെ എത്ര ക്ലാസ് വരെ പഠിക്കുന്നു? ഇവിടെ ഡിഗ്രി കഴിയും. മഴക്കാലത്ത് 2 മാസത്തെ സീസൺ വരെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ശരിക്ക് കഷ്ടം. വിദ്യാഭ്യാസത്തിന്റെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതും താളത്തിന് പോകണം, താഴെ തന്നെ പോകും. മഴക്കാലം ആകുമ്പോൾ നമ്മൾ നേരത്തെ വാങ്ങിച്ച സ്റ്റോക്ക് പെട്ടിട്ടുണ്ട്. ഒരു പോലീസും ഒരു ആളും കിട്ടി. രണ്ടുപേര് ഒന്നിച്ച് നടന്നു. അത് വെള്ളം കിടക്കുമ്പോൾ പെട്ടെന്ന് വെള്ളം മുകളിൽ മലയാളം നമ്മള് അത് സംസാരിച്ചത് കേട്ടല്ലോ. നല്ല സീസൺ വരുമ്പോൾ
ഈ വെള്ളം എന്ന് പറയുന്നത് ആ. പെട്ടെന്നാണ് വന്ന് മറിയുന്നത്. ആ. ഈ വന്ന് മറിയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമാണ്, ആ. കാട്ടുതീ പിടിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് വെള്ളം അതെ. പെട്ടെന്ന് മറിയുന്നത്. അതെ. വെള്ളത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. ഉരുൾപൊട്ടപ്പോഴോ അല്ലെങ്കിൽ മലയിടുക്കിൽ നിന്ന് വെള്ളം പെട്ടെന്ന് പറയുന്നു. ആ ഒരു അനുഭവം കേട്ടത് ഒരു പോലീസുകാരനും ഒരു നാട്ടുകാരനും ആ. ആ ഒഴുക്കിൽപ്പെട്ടു. നമ്മളെ ആൾക്കാർ തന്നെ രണ്ടുപേരും. രണ്ടുപേരും നമ്മുടെ ആൾക്കാർ. അപ്പൊ അവർക്ക് അത്രയും പരിചയം ഉണ്ടായിരുന്നിട്ട് പോലും അങ്ങനെ ഒരു അങ്ങനെ അവർ താഴെ വരുമ്പോൾ താഴെ മഴയില്ല, മഴയില്ല. മുകളിൽ മലയിൽ ഭയങ്കര മഴയാണ്. അപ്പോൾ വേറെ അങ്ങനെ മഴയിലല്ല, അങ്ങനെ വെള്ളം അങ്ങനെ കിടന്നിട്ട് വന്നു. അപ്പോൾ മുകളിൽ മഴ പെയ്യുമ്പോൾ അത് വെള്ളം കുടിക്കണം, ഒരൊറ്റടിങ്ങനെ വന്നു. നിങ്ങൾ കേട്ടല്ലോ, മുകൾ ഭാഗത്ത് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം കുത്തിയൊലിച്ച് വരും. അങ്ങനെ 2 പോലീസുകാർ ചില വർഷം മുൻപ് വെള്ളത്തിൽ അടിപ്പെട്ടു, ഒലിച്ചു പോയി, അവർ മരണപ്പെട്ടെന്നാണ് അവർ പറയുന്നത്. ഇവിടെ ഏകദേശം 40ഓളം വീടുകളുണ്ടെന്ന് പറയുന്നു. ചേച്ചിന്റെ പേരെന്താ? മല്ലിക. ഭർത്താവിന്റെ പേര് കാളി. മക്കൾ എത്ര പേരാ? മക്കള് 5 പേരല്ലേ? എന്ത് ചെയ്യുന്നു അവരൊക്കെ? എക്സൈസിലാ? പിന്നെ ഓ, അവര് ജോലി ചെയ്യാ? അത് ശരി, ഓക്കെ. IT പഠിക്കണ? മക്കളെ പേരെന്തൊക്കെയാ? ആ, അശ്വതി, പിന്നെ ശരത്ത്, അനീഷ്, ആ, ശോഭന. നിങ്ങൾ ഇവിടുത്തെ ഊരിൽ തന്നെയാണോ? ജനിച്ചൊക്കെ ഇവിടെ തന്നെ? അത് ശരി. ഇവിടെ ആനയൊക്കെ ഇറങ്ങുമോ? ഓ, നമ്മൾ ശല്യം ചെയ്യുമോ? നമുക്ക് ശല്യം ഉണ്ടോ? ഓ, ചക്ക സീസണാ വരൂലേ? എന്നാ ശരി, പോട്ടെ ചേച്ചി. ഞങ്ങൾ ചെന്നപ്പോഴൊക്കെ വളരെ സൈലൻ്റായിരുന്നു ഊര്. കാരണം ഇന്ന് സ്കൂളുണ്ട്, അതുകൊണ്ട് കുട്ടികൾ സ്കൂളിൽ പോയതാണ്. അവിടെ ഒരു മോനെ കാണാം, അവൻ്റെ അച്ഛനാണ് നടന്നു പോണത്. കഴിഞ്ഞ വർഷം എങ്ങാണ്ട് സ്ട്രോക്ക് വന്നു, അങ്ങനെ തളർന്നു പോയെന്ന് കേൾക്കുന്നു. ഞങ്ങൾക്ക് ദാഹിച്ചപ്പോൾ പുഴയിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണിത്, പൈപ്പ് വഴി. നല്ല ഫ്രീസറിൽ വെച്ച വെള്ളം പോലെ, നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ച വെള്ളം പോലെയാണ്. നല്ല കൂളിംഗ് ആണ്, കുടിക്കുമ്പോൾ നല്ല രുചികരമായ തണുപ്പുള്ള വെള്ളം. അപ്പോൾ ഞാനും നമ്മുടെ കൂട്ട് വേലക്കാരൻ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ തുളസീധരൻ പാസ്റ്ററൊക്കെയാണ് ഇതുവഴി കടന്നു വന്നത്. അട്ടപ്പാടിയിലെ ഒരു ഉൾഗ്രാമമാണ് ഇടവാണി എന്ന് പറയുന്ന ഊര് പ്രദേശം. അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഇവിടുത്തെ ആളുകളെ പരിചയപ്പെട്ടു. ബാക്കി കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ പറയും. നല്ല മനോഹരമായ ദേശം, പ്രകൃതിയാൽ. ഇതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. നമ്മളിതൊന്നും കണ്ടിട്ടില്ല. നമ്മളവിടെ ഒരു ഭൂമി പോലെ അവിടെ കിടന്ന് നമ്മൾ കറങ്ങുന്നു. എല്ലാ 4 സൈഡും മലകൾ കൊണ്ട് ചുറ്റിയിരിക്കുന്ന, എന്തുകൊണ്ടും കാണേണ്ടതും കേൾക്കേണ്ടതും അറിയേണ്ടതുമാണ്. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവരെ കാണുവാൻ ദൈവം അവസരം തന്നു. ഇതിൻ്റെ മേളിൽ കാണുന്ന ആ നീല കാണുന്ന ഭാഗത്തൊക്കെ നല്ല തണുപ്പും നല്ല ഇതുണ്ട്. അതുകൊണ്ട് ഏത് സമയവും ഇവിടെ നല്ലൊരു അന്തരീക്ഷം ഉണ്ട്. നിങ്ങൾക്ക് കടന്നു വരാൻ ആഗ്രഹമുള്ളവർ വന്നാൽ കണ്ട് സന്തോഷത്തോടെ മനസ്സിനൊരു കുളിർമയോടെ കടന്നു പോകാൻ ദൈവം നമ്മെ സഹായിക്കും. ഓക്കെ.